ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകളും ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.25% ഉയരുകയും ഗോൾഡിൻ്റെ വിലയിൽ 1.2% വർധനവുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 58 പോയിന്റ് ഇടിഞ്ഞ് 24,619 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയർ ആയിരുന്നു. 724 കോടി രൂപയുടെ ബൈയിങ് ആണ് FPIs നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1648 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഹാർഡ്വിൻ ഇന്ത്യ. ഹാർഡ്വിൻ ഇന്ത്യ എന്ന കമ്പനി ഭൂട്ടാൻ ബേസ്ഡ് ഇൻഫ്രാ കമ്പനിയായ ഗ്യാൽസാങ് എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആർക്കിടെക്ചർ, ഹാർഡ്വെയർ, ഗ്ലാസ് ഫിറ്റിംഗ്സ് എന്നിവ ഭൂട്ടാനിൽ സപ്ലൈ ചെയ്യാനുള്ള ഡീലിലാണ് രണ്ട് കമ്പനികളും ഒപ്പുവെച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് JSW സ്റ്റീൽ. JSW സ്റ്റീലിൻ്റെ നവംബർ മാസത്തെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. നവംബർ മാസത്തിൽ 23.2 ലക്ഷം ടൺ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനാണ് കമ്പനി നടത്തിയത്. ഇയർ ഓൺ ഇയറിൽ 7% വർധനവുണ്ടായിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 5% വർദ്ധിക്കുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഷുറൻസ് സെക്ടറിലെ കമ്പനികളെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കണം. നവംബർ മാസത്തെ പല ഇൻഷുറൻസ് കമ്പനികളുടെയും പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബജാജ് ഫിൻസർവിൻ്റെ ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം 1365 കോടിയായി ഉയർന്നു. ബജാജ് അലയൻസ് ലൈഫിൻ്റെ ടോട്ടൽ ന്യൂ ബിസിനസ് 650 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസിൻ്റെ ന്യൂ ബിസിനസ് പ്രീമിയം ഇയർ ഓൺ ഇയറിൽ 149.6% വളരുകയും മന്ത് ടു മന്ത് 20.5% വളരുകയും ചെയ്തു. അതുകൊണ്ട് ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഭാരത് ഫോർജ് എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 1320 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി അതിൻ്റെ ഷെയറുകൾ സെൽ ചെയ്യുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിക്ക് 634 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 500 കോടി രൂപയുടെ മറ്റൊരു ഓർഡറും കമ്പനിക്ക് ലഭിച്ചു. വോഡാഫോൺ ഐഡിയ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 1980 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. ഇതിനുവേണ്ടി 176 കോടി ഷെയറുകൾ കമ്പനി വിറ്റഴിക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഉയർന്ന പ്രൈസിൽ, അതായത് 11 രൂപയ്ക്ക് അടുത്തായിട്ടാണ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്നത്. ഒമേഗ ടെലികോം, ഉഷ മാർട്ടിൻ തുടങ്ങിയ കമ്പനികളാണ് വോഡാഫോൺ ഐഡിയയുടെ ഷെയറുകൾ വാങ്ങുന്നത്. ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 15 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി UK ബേസ്ഡ് കമ്പനികളുമായി ചേർന്ന് ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനി CDMO, അതായത് കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. HMA ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ബഫല്ലോ മീറ്റിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അൽ റിയാൻ എക്സ്പോർട്ട് എന്ന കമ്പനിയുമായി ചേർന്ന് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. PG പ്ലാസ്റ്റ് എന്ന കമ്പനിയും QIP വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് PG ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ഷെയറുകൾ ഡിസ്കൗണ്ട് റേറ്റിൽ 699 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ലഭ്യമാണ്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കോർ ഡയഗ്നോസ്റ്റിക് എന്ന കമ്പനിയെ 247 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. കോർ ഡയഗ്നോസ്റ്റിക് എന്ന കമ്പനി ക്യാൻസർ ടെസ്റ്റിങ്ങിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇതുവഴി മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ അഡ്വാൻസ്ഡ് ക്യാൻസർ ടെസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ നോർത്തേൺ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലുമുള്ള കമ്പനിയുടെ മാർക്കറ്റ് ഷെയറും വർദ്ധിക്കും. NHPC എന്ന കമ്പനി ഡെപ്റ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഡിസംബർ 12 വിളിപ്പിച്ചിട്ടുണ്ട്. LIC ലുപ്പിനിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.5% നിന്നും 2.5% കുറച്ചിട്ടുണ്ട്. കളക്ടർ ഗാഡ്ജറ്റ്സ് എന്ന കമ്പനി TCI എക്സ്പ്രസ് എന്ന കമ്പനിയും TCI എക്സ്പ്രസ്, DTDC എക്സ്പ്രസ്, ഓം ലോജിസ്റ്റിക്, എക്സ്പ്രസ് റോഡ്വേ തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് സപ്ലൈ ചെയിൻ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഹൈ ടെക്നോളജി, ഹൈ പ്രസിഷൻ മെഷീൻസ്, എയറോസ്പേസ്, ഡിഫൻസ്, റെയിൽവേ, ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് എന്നിവയ്ക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ആൻഡ് ഹൈ പ്രസിഷൻ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. DCM ശ്രീരാം എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് JSW റിന്യൂവബിൾ എനർജി എന്ന കമ്പനിയുമായി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കരൂർ വ്യാസ ബാങ്ക് അതിൻ്റെ ബേസ് റേറ്റിൽ മാറ്റം വരുത്തി. 11.8 നിന്നും ബേസ് റേറ്റ് 11.7 റിവൈസ് ചെയ്യുകയും BPLR 16.8 നിന്നും 16.7 റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ
പെന്നാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ കമ്പനി ചില ജോയിൻറ്റ് വെഞ്ചറുകൾ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്